എല്ലാവർക്കും നമസ്കാരം. ആശാസ് ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് ഇടിയപ്പവും പിന്നെ നാളികേരപ്പാലാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പച്ചക്കറികളൊക്കെ എടുത്തു വെച്ചു. തോരന് വേണ്ടി പയർ, വെള്ളരിക്ക മാങ്ങയാണ് ചാറുകറി. അങ്ങനെ പയർ തോരനായി, അതേപോലെ വെള്ളരിക്ക മാങ്ങയും ചാറുകറിയായി കേട്ടോ. പിന്നെ ഇന്നലെ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് അവർക്ക് ബീഫ് വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബീഫ് കറി അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ റെഡിയായിട്ട് വേണം എനിക്ക് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു ഞാൻ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി ഹസ്ബൻഡ് എന്നെ കോളേജ് വരെ കൊണ്ടാക്കുകയാണ് കേട്ടോ. തിരുവൈരാണികുളം അമ്പലത്തിലേക്കാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിലേക്ക് എത്തി കേട്ടോ. നമ്മുടെ കോളേജ് സെൻറ്ററിലാണ് വണ്ടി വരിക എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ കോളേജ് സെൻറ്ററിലേക്ക് വണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മാമിയാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇന്ത്യച്ചിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്ത്യച്ചിയും രണ്ട് കുട്ടികളും ഉണ്ട്. അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. അവരോട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് വണ്ടിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ അവർ ചിരിക്കുകയാണ്. അപ്പോൾ മാമി പറയാം എൻ്റെ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് എല്ലാവരും വന്നു. അങ്ങനെ ഞങ്ങൾ മെല്ലെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാൻ ഏറ്റവും ലാസ്റ്റ് ബാക്കിലാണ് ഇരിക്കുന്നത്. അങ്ങനെ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരുവൈരാണികുളം എത്തി. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ നോക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്തു മെല്ലെ ഞങ്ങൾ അതിൽ നിന്ന് എല്ലാവരും കൂടി ഇറങ്ങാൻ നോക്കുകയാണ് കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം നടക്കാനുള്ള ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇറങ്ങി, ഞാനും ഇറങ്ങുകയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ മെല്ലെ നടന്നു തുടങ്ങി. കുറച്ച് ദൂരം ഉണ്ട് അങ്ങോട്ട് നടക്കുക. അപ്പോൾ നടന്നു പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത്. മാലകളൊക്കെ ഉണ്ട്, കുറേ മാലകളും അതുപോലെ കുറേ കൃഷ്ണ വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ തിരുവൈരാണികുളം അമ്പലത്തിൻ്റെ നടക്കിലെത്തി. അവിടെ നല്ല തിരക്കാണ് കേട്ടോ. പൂരത്തിൻ്റെ തിരക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് സൺഡേ ആണ്. അതുപോലെ ഒരുപാട് ഞങ്ങൾ ടോക്കണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വേഗം തൊഴാൻ വേണ്ടിയിട്ട്. പക്ഷേ ടോക്കണിൽ ടൈം എഴുതിയേക്കുന്നത് 3 മണി തൊട്ട് 4 മണിക്കുള്ളിൽ നമുക്ക് തൊഴുതിറങ്ങാമെന്നാണ് ടൈം തന്നത്. പക്ഷേ ആ ടൈമിലൊന്നും നമുക്ക് അകത്ത് പോലും കയറാൻ പറ്റിയില്ല. ഇതൊക്കെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. മണിക്കൂറുകളോളം ഞങ്ങൾ ക്യൂവിൽ നിന്ന് ഇവിടെ നിന്നും ഞങ്ങൾ അങ്ങോട്ട് കടന്ന് വേറെ സ്ഥലത്ത് ഉള്ളിലും ഒരുപാട് ലൈനുകളുണ്ട്. ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പോകണം. ഒരേ അഴിക്കുള്ളിൽ കൂടെ കയറി ഇറങ്ങി അങ്ങനെ. പക്ഷേ അവിടെ കുടിവെള്ളമൊക്കെ നമുക്ക് തന്നിരുന്നു കേട്ടോ അവർ. അതേപോലെ ആദ്യത്തെ പോലെയല്ല, പന്തലൊക്കെ നല്ല ഷീറ്റൊക്കെ അടിച്ച് ഫാനൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യത്തെ പോലെ അല്ല, ഇപ്പോൾ വ്യത്യാസമായി. അവിടെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഞാൻ തൊഴുതു ചുറ്റമ്പലത്തിലെ കാഴ്ചയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറേ കമ്മലുകളുടെ ഒരുപാട് സെലക്ഷൻ അവിടെ കണ്ടു. വെറുതെ അവർ പറഞ്ഞു കയറി നോക്കുന്നു, കണ്ണിന് പൈസയൊന്നും വേണ്ടാന്ന്. അങ്ങനെ ഞാൻ ഒരുപാട് സെലക്ഷൻ ഉണ്ട്. വളരെ വില കുറവാണ്, 40 രൂപയുള്ളൂ. ഒരുപാട് സെലക്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നോക്കി എന്തൊരു ഭംഗിയാണ് കാണാൻ. ഒരുപാട് എല്ലാത്തിനും 40 രൂപയുള്ളൂ കേട്ടോ. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവിടെ അതിലൊന്ന് കയറി കാണണം കേട്ടോ. ഞാൻ ഒരുപാട് കമ്മൽ മേടിച്ചു. മനോഹരമായ കമ്മലുകളാണ് കേട്ടോ. ഒരുപാട് സെലക്ഷനുണ്ട്. നിങ്ങൾ നോക്കൂ. ഞങ്ങളെ ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, കണ്ടോ എന്തൊരു ഭംഗിയാണ്. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ കടകളിലൊക്കെ വരുമ്പോൾ 100-150 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. ഇതേ സെയിം സാധനം തന്നെയാണ് അവിടെ 40 രൂപയ്ക്ക് അവർ കൊടുക്കുന്നത്. കണ്ടോ എന്താ ഭംഗി. ഞാൻ കുറേ കമ്മൽ മേടിച്ചു കേട്ടോ. പല ഡിസൈനുള്ളത് ഞാൻ കുറേ മേടിച്ചു. ലൈറ്റ് വെയിറ്റ് കമ്മലുകൾ കുറേ മേടിച്ചു. കാരണം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഡെയിലി ഞാൻ ഗോൾഡൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ ഡെയിലി ഇങ്ങനത്തെ കണ്ട മാലകളുണ്ട്. ഈ മാലകൾ മുത്തുമാലകളാണ്. ഇത് നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്കൊക്കെ നല്ല ചെറിയ കുട്ടികൾക്ക് 50 രൂപയൊക്കെ ഉള്ളൂ. അതുപോലെ ഒരുപാട് ക്ലിപ്പുകൾ, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ മേടിക്കാം. ഞാൻ കുറച്ചൊക്കെ മേടിച്ചു. അങ്ങനെ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ.
പോണതാണ്. എല്ലാവരും കയറി ഞങ്ങൾ പോവുകയാണ്. അതെന്ന് വെച്ചാൽ കുറച്ച് നേരം ഞങ്ങളവിടെ വണ്ടി നിർത്തും. കാരണം അവിടെ കുറച്ച് ചെളിവെള്ളം കിടക്കണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേച്ചി അപ്പുറത്തൊരു 2 ചേച്ചിമാർ നിൽക്കണം. വണ്ടി പാസ് ചെയ്യുമ്പോൾ അവരുടെ മേത്തേക്ക് ചെളിവെള്ളം തീർക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ചേച്ചി അവരോട് പറയാൻ മാറി നിൽക്കുകയെന്ന്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതാട്ടോ അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് ഇത് അലുവ, അതുപോലെ പോപ്കോൺ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. അങ്ങനെ ഞങ്ങൾ ശരവണ ഭവൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണ് ഫുൾ മൂൺ കണ്ടത് കേട്ടോ. ഫുൾ മൂൺ കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താ, എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുൾ മൂൺ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരെത്തി മെല്ലെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹസ്ബൻഡ് എന്നെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു.